ഗായ്സ്, അപ്പൊ ഞമ്മളിന്ന് വയനാട്ടില് റിസോർട്ടിലേക്ക് പോവാണ്. അപ്പം പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം. എല്ലാരും സെറ്റല്ലേ? ട്രിപ്പ് ഓണാക്കണല്ലേ? അങ്ങനെ നമ്മൾ പാട്ടും ഡാൻസും കഴിഞ്ഞ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചുറ്റും നല്ല കാപ്പിത്തോട്ടാണ്. അപ്പം നമ്മൾ ഈ ഒരു ചൂടുന്ന് കഴിച്ചില്ലാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് നമ്മളെല്ലാവരും കൂടി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വന്നിരിക്കുന്നത് ഗൈസ്. സോ നല്ല പീസ്ഫുള്ളായിട്ടുള്ള പീസ് ലാൻഡിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കയറുന്നിടത്ത് തന്നെ നല്ലൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉള്ളോട്ട് പോയപ്പോൾ തന്നെ ഗൈസ് നല്ല മഴ. ഞാൻ വന്നത് അറിഞ്ഞുകൊണ്ട് മഴയൊക്കെ നേരത്തെ എത്തിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് സ്വിമ്മിംഗ് പൂൾ പൊളിക്കണം ഗൈസ്. നമ്മൾ പിക്ചറിൽ കണ്ട ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു നമ്മൾ വന്നത്. നമ്മളൊരു 6 ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തു. എല്ലാവർക്കും റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങൾ കിടന്നുറങ്ങി, ഞങ്ങൾ സ്വിമ്മിംഗ് പൂള് വരണ്ട. പാർക്കിൽ കളിക്കാൻ പോവാൻ ഈ ഒരു കുഞ്ഞു പാർക്കിൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് ആടാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയൊരു കുളിയാവാ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. കാര്യം അങ്ങോട്ടല്ല സാറേ, അവനിക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ? എന്നാ ഈ വെള്ളത്തിലോട്ട് ചാട്. ചാടും എന്നാ ചേട്ടനും ചാട് ചാട്. അങ്ങനെ പൂളിൽ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് അവിടെയൊക്കെ സന്ദർശിക്കാമെന്നുള്ള രീതിയിൽ പോയിട്ട് അവിടെ കണ്ട ചീരാമുളകും പേരയ്ക്കും ഒക്കെ പറിക്കാം. പേരൊക്കെ പറിക്കുന്ന തിന്നണം. ചീരാമുളക് എന്തിനാ നമുക്ക് രാത്രി ചമ്മന്തി പൊടിക്കാനാണെന്ന് തോന്നുന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഇതന്നെ പണി, ചട്ടി കളിക്കുക. പിന്നെ കുറച്ച് പാട്ടൊക്കെ വെച്ച് നമ്മുടെ മെയിൻ പരിപാടി ആരംഭിച്ചു കേട്ടോ. ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. 1 2 3 4 സുബാഷ് എന്നോടൊപ്പം എന്നോടൊപ്പം മലയാളി പെൺ നാണു ഞാൻ. സംഗീതത്തിൽ പോലെ സമ്മതിക്കില്ല. ആഫ്റ്റർ ക്യാമ്പ് ഫയർ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പെട്ടെന്ന് പോയി ഉറങ്ങിട്ടോ. കാരണം മോർണിംഗ് എണീച്ച് പൂള് ചാടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ എണീച്ച് നേരെ നോക്കിയത് പൂളിൽ ആരോ ഉണ്ടോയെന്നായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് 11:30 നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അപ്പോൾ അതിന് മുമ്പ് പൂളിലൊക്കെ ചാടി നമ്മൾ ഫ്രഷായി അങ്ങനെ നമ്മൾ കാരാപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഈ ഒരു പീസ് ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല എന്താ പറയുക, നല്ല ചിത്രങ്ങളൊക്കെ കണ്ടോ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ വീണ്ടും ബസ് കയറി തള്ളി മറിക്കുമ്പോഴേക്കും നമ്മൾ കാരാപ്പുഴ ഡാമിലെത്തിയിരിക്കുകയാണ്.
ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കുള്ള റൈഡ്സും അതുപോലെ തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി കാണാം ഈ ഒരു വ്യൂ കണ്ടാൽ ഇതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി പാർക്ക് തന്നെയാണ് കേട്ടോ കാരാപ്പുഴ ഡാം. അപ്പോൾ നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ മിസ് ചെയ്യേണ്ട. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. ഈ ഒരു ഗാർഡനും അഡ്വഞ്ചർ റൈഡ്സും ഈ ഡാമും ഒക്കെ കൂടി കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ചുറ്റി ഒരുപാട് നടന്ന് കാണുന്നതിലും നമ്മൾ ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയും അടിപൊളി വ്യൂ കാണാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഒരുപാട് പൂക്കളും ഒക്കെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഓരോ പോസിംഗ് ഒക്കെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ശൂശു ചുളിവിൽ സൂര്യകാന്തി ഒക്കെ പറിച്ച് കൈമലാക്കിക്കിട്ട് അവനത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവാണ്. ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര തുടങ്ങാമെന്നുള്ള രീതിയിൽ എല്ലാവരും ബസ്സിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ പൂക്കോട് ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വിചാരിച്ചാൽ നമ്മൾ ടിക്കറ്റിൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 20 രൂപ കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളവർക്ക് അത് 40 or 50 സംതിങ് ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ 60 വയസ്സാവാത്ത ആൾക്കാർ ആദ്യമായിട്ടാണ് ഗൈസ് കുറച്ച് ആൾക്കാർ വയസ്സ് കൂട്ടി പറയുന്നത് ഞാൻ കേൾക്കുന്നത്. കാരണം നമ്മളെല്ലാവരും തന്നെ വയസ്സ് കുറച്ച് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ടിക്കറ്റിന് 20 ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 60 കഴിഞ്ഞു, 60 ആയവർ 60 കഴിഞ്ഞോലായിരുന്നു ഞങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയായിരുന്നു. അപ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനൊന്നും നമ്മൾ നിന്നിട്ടില്ല കേട്ടോ. ഈ സൈഡിലൂടെയുള്ള ആ ഒരു ഈ ഒരു ലാക്കിൻ്റെ ചുറ്റുമുള്ള ഒരു നടപ്പാത അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ പൂക്കോട് വരുന്നവരൊക്കെ ബോട്ടിങ് കഴിഞ്ഞ് സാധാ പോകലാണ്. ബട്ട് ഈ റൂട്ടിൽ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ ആരും മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു കാടിനുള്ളിൽ കൂടെയൊക്കെ നടക്കുന്ന ആ ഒരു ഫീലിങ്സൊക്കെ കിട്ടും. പക്ഷേ നടക്കാൻ കഴിയുന്നവർ മാത്രം നടക്കുക, കാരണം കുറച്ച് നടക്കാനുണ്ട്. എണ്ണ എടുത്തോട്ടെ, 1 2 3 4 5 ഒരെണ്ണം കാണും. ആ ഓൺലൈനെ കൊണ്ട് പോകാം. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ യാത്ര തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചോരന്ന്